മനുഷ്യ സമൂഹത്തിന്റെ ഐക്യമാണ് വിശ്വാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് ഓശാന സന്ദേശത്തിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി. സഭയുടെ ഉള്ളിൽ ഈ ഐക്യമുണ്ടാകണം. വിശ്വാസികൾ കർത്താവിനെതിരെ ഗൂഢാലോചന നടത്തുന്നവരാകരുതെന്നും ആലഞ്ചേരി പറഞ്ഞു. സിറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ഓശാന ഞായറാഴ്ച ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളുമായി അശ്വതി എ.ടി. ചേരുന്നു. അശ്വതി, ചടങ്ങുകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് പ്രധാനമായും ആലഞ്ചേരി പറഞ്ഞ കാര്യങ്ങൾ? കമലേഷ്, മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞത് മനുഷ്യ ഐക്യമാണ് വിശ്വാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ഓശാന എന്നാണ്. അതോടൊപ്പം തന്നെ സഭയുടെ ഉള്ളിൽ ഈ ഐക്യം ഉണ്ടാകണം. ഓരോ കുടുംബത്തിലും സഭയുടെ ഉള്ളിലും ഈ ഐക്യം ഉണ്ടാകണം. സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ഓശാന ഞായറാഴ്ച ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയായിരുന്നു അദ്ദേഹം. യേശു കഴുതപ്പുറത്ത് ജെറുസലേമിലേക്ക് പോയതിന്റെ ഓർമ്മ പുതുക്കലായാണ് ഓശാന ആഘോഷം നടക്കുന്നത്. സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ദിനങ്ങളായ പീഠാനുഭവ വാരത്തിന് ഇതോടെ തുടക്കമായിരിക്കുകയാണ്. വലിയ നോമ്പിന്റെ അവസാന വാരത്തിലേക്കാണ് കടക്കുന്നത്. മനുഷ്യ സമൂഹത്തിന്റെ ഐക്യമാണ് വിശ്വാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. സഭയുടെ ഉള്ളിൽ ഈ ഐക്യമുണ്ടാകണം. വിശ്വാസികൾ ഗൂഢാലോചന നടത്തുന്നവർ ആകരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലാണ് ഓശാന ഞായറാഴ്ച ചടങ്ങുകൾക്ക് അദ്ദേഹം മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. കുർബാന തർക്കത്തെ തുടർന്ന് സഭയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് ബസിലിക്ക അടച്ചിട്ടിരിക്കുകയാണ്. അതിനാൽ മൗണ്ട് സെന്റ് തോമസ് ചാപ്പലിലാണ് സീറോ മലബാർ സഭയുടെ പ്രധാന ചടങ്ങുകൾ നടന്നത്. അതേസമയം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അതുപോലെ തന്നെ മറ്റ് സഭാ വിശ്വാസികൾ, അതായത് യാക്കോബിറ്റ് സഭയുടെയും മറ്റും ആളുകൾ പള്ളികളിലും വിശാലമായ രീതിയിൽ തന്നെ ചടങ്ങുകൾ, ഓശാന ചടങ്ങുകൾ നടന്നു. ഇന്ന് 6:30-7 മണിയോട് കൂടിയാണ് വിവിധ പള്ളികളിൽ ഓശാന ചടങ്ങുകൾ ആരംഭിച്ചത്. ഇപ്പോൾ എല്ലാ പള്ളികളിലും തന്നെ ചടങ്ങുകൾ അവസാനിച്ചിരിക്കുകയാണ്. കമലേഷ്, അശ്വതി, ഈ സഭാ തർക്കം അടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മാർ ജോർജ് ആലഞ്ചേരി ഇത്തരമൊരു കാര്യം വിശ്വാസികളോട് പറഞ്ഞത് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സഭയോട് ചേർന്ന് നിൽക്കണം എന്ന ഒരു സന്ദേശമാണ് ഓശാന ഞായറാഴ്ച ദിവസത്തെ മുഖ്യ പ്രഭാഷണത്തിൽ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഭയുടെ നിലപാടുമായി മുന്നോട്ട് പോകും. വിശ്വാസികൾ അതിനോട് ചേർന്ന് നിൽക്കണം, സഭയ്ക്കെതിരെ പ്രവർത്തിക്കരുത് തുടങ്ങിയ ആഹ്വാനങ്ങളാണ് മാർ ജോർജ് ആലഞ്ചേരി നൽകിയിരിക്കുന്നത്. എന്തായാലും കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ആലഞ്ചേരിയുടെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം പുറത്തു വന്നിരിക്കുന്നത്. അതും പ്രധാനപ്പെട്ട ക്രൈസ്തവ വിഭാഗത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നാളുകളാണ്. ഒരു ആഴ്ചയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വേളയിലും സഭാ തർക്കം വലിയ ചർച്ചയാകുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും സഭാ തർക്കത്തെ തുടർന്ന് സീറോ മലബാർ സഭയുടെ പ്രധാന ദേവാലയമായ സെന്റ് മേരീസ് ബസിലിക്ക അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ ചടങ്ങുകൾ ഒന്നും തന്നെ നടക്കുന്നില്ല. അതുകൊണ്ടാണ് കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലേക്ക്, ആ സഭയുടെ ആസ്ഥാന കാര്യാലയത്തിലേക്ക് ഈ ചടങ്ങുകൾ മാറ്റിയിരിക്കുന്നത്. അവിടേക്ക് ഇന്ന് വിശ്വാസികൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. വരും ദിവസങ്ങളിലും പെസഹാവ്യാഴത്തിനും ദുഃഖവെള്ളിക്കും ഈസ്റ്ററിനും വലിയ ആളുകളെയാണ് അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ വിഷയങ്ങളിലെല്ലാം തന്നെ, അതായത് സഭാ തർക്കവുമായി ബന്ധപ്പെട്ട, ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം തന്നെ സഭാവിശ്വാസികൾ സഭയോട് ചേർന്ന് നിൽക്കണം, വിശ്വാസികൾ സഭയോട് ചേർന്ന് നിൽക്കണം എന്നൊരു ആഹ്വാനമാണ് മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി നൽകുന്നത്. കമലേഷ്.